Hello everyone, welcome back to my channel. In the physics exam preparation ആണ് നാളെയാണ് ഫിസിക്സ് എക്സാം. ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് പഠിക്കണമല്ലോ, എങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ ടോട്ടലി നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എനിക്കിത് 3 ചാപ്റ്റേഴ്സ് മാത്രമേ അറിയൂ, അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ആൻഡ് നമുക്ക് ആ ബാക്കി 3 ചാപ്റ്റേഴ്സ് ഞാൻ മുന്നേ ക്ലാസ് കണ്ടിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. സോ ഐം ഗോയിങ് ടു സ്റ്റഡി. ആൻഡ് ഇപ്പോൾ സമയം 10 o'clock ആണ്. സോ നൗ ഇപ്പോഴാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. കാരണം കുറേ എക്സാമിന് നേരത്തെ എണീറ്റ് അത്ര നേരത്തെ ഇല്ലെങ്കിലും നേരത്തെ എണീറ്റിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. സോ അതൊക്കെ ഇന്ന് തന്നെ ഞാൻ മാറ്റി. ഇന്ന് ഒരു ഫുൾ ഡേ ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് മതി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈലം ബുക്സിനെ കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് എനിക്ക് എക്സാമിന് കുറച്ച് മുന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് നോക്കാനോ പഠിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല. സോ ഇപ്പോൾ ഞാൻ ബയോളജി എക്സാമിനാണ് ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് മുന്നേ എക്സാം മാത്സ് ഒക്കെ ആയിരുന്നു. മാത്സിനൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നോട്ടിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ബയോളജിക്കാണ് ഞാൻ ആക്ച്വലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഫിസിക്സിനും ഞാൻ ഉപയോഗിക്കും. അപ്പം ഞാൻ എന്തായാലും ബയോളജീൻ്റെ റിവ്യൂ നിങ്ങളോട് പറയാം. എനിക്ക് ചാപ്റ്റർ വൈസ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററിലും 10 വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. ലൈക്ക് 2005 അങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സൈലം ലൈവില് ഈ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ലൈവ് കണ്ട സമയത്ത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗം ഓപ്പൺ ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. ഒരു ചാപ്റ്റർ വൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഓപ്പൺ ചെയ്ത് നിന്ന സമയത്ത് ഇവർ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്, പ്ലസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. സോ എന്തുകൊണ്ടും ഈ ബുക്ക് അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നത്. അതുകൊണ്ട് തന്നെ എക്സാം എനിക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. വളരെ സിമ്പിൾ എന്നല്ല, പക്ഷെ കുറച്ച് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് നീറ്റിനാണ് പഠിക്കുന്നത്. സോ അവൾക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതൊന്നും ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ലൈവിൽ കണ്ടത് മാത്രം ഇതിൽ ടിക്ക് ചെയ്തിട്ട് അതാണ് മെയിൻ ഫോക്കസ് ചെയ്തത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ 1-2 നോക്കി, അങ്ങനെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ചാപ്റ്റർ വൈസ് നോക്കാത്തതുകൊണ്ട് എനിക്ക് എത്രത്തോളം ചാപ്റ്റർ കോണ്ടന്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ക്വസ്റ്റ്യൻ വൈസ് അടിപൊളിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ നോക്കി എത്ര എണ്ണുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഓരോ ചാപ്റ്റർ വേരിയിങ് ചെയ്യും. നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു നമ്മുടെ ബയോടെക്നോളജിയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 92 ആണ്. 92 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ വേറെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആ ഒരു ചാപ്റ്റർ ആണെങ്കിൽ 123 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിലും പിന്നെ അതിന് ഓരോ ചാപ്റ്ററിന് ശേഷം ഇതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇവർ കൊടുക്കുന്നുണ്ട്. കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. പിന്നെ ഈ ഗൈഡ് എന്താ വെച്ചാൽ സൈലത്തിൽ പഠിക്കുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം ഈ ഒരു മോഡലാണ് അവർ ക്ലാസ് കൊടുക്കാറ്. സോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു ബുക്കാണ് ഇത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഇവിടെയുള്ള ഗൈഡ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഗൈഡാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് പ്ലസ് കോണ്ടന്റ് ഉള്ള ഗൈഡാണ്. സോ എനിക്കിത് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമായി. പിന്നെ ഫിസിക്സിൻ്റെ കൂടി കണ്ടിട്ട് ഞാൻ ഫിസിക്സിൻ്റെ കൂടി റിവ്യൂ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ടോട്ടലി ഉപയോഗിച്ചിട്ട് ഉള്ള റിവ്യൂ ഞാൻ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു മന്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ബുക്ക്. സോ നിങ്ങൾക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ പർച്ചേസ്. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല ലൈവിൽ, ആപ്പിൽ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഡൗട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ I started studying physics. Totally നമുക്ക് 4 chapters ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 3 chapters മാത്രമേ അറിയായിരുന്നു. സോ അതുകൊണ്ട് ഉള്ളതുപോലെ ഓണം എന്ന് പറയുന്ന പോലെ ഞാൻ അത് 3 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ല വൃത്തിക്കൊന്നല്ല പഠിച്ചത്. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അറിയായിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ വാസ് ഓക്കെ. തേർഡ് ചാപ്റ്ററും ഓക്കെ ആയിരുന്നു. ബട്ട് ഐ ഡിഡ് മൈ ബെസ്റ്റ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എക്സാമിന് എനിക്കൊന്നും ഓർമ്മ വന്നില്ല. അതാണ് വലിയൊരു ടെസ്റ്റ്. ഓക്കെ, ഞാൻ എഴുതിയതിൽ എനിക്ക് പിന്നെയും സിമ്പിളായിരുന്ന ബയോളജിയാണ്. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ എന്നേ ഉള്ളൂ, അല്ലാതെ ടഫ് ഭയങ്കര സിമ്പിൾ എന്നല്ല. ബോട്ടണി സുവോളജി വെച്ച് നോക്കുമ്പോൾ ബോട്ടണി വാസ് കൈൻഡ് ഓഫ് ടഫ്. ഓക്കെ, അതൊന്നും ഞാൻ ഇവിടെ പറയുമെന്ന് വിചാരിക്കുന്നില്ല. സോ അതാണ് എൻ്റെ അവസ്ഥ. ഫിസിക്സ് വാസ് റിയലി ടഫ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പേപ്പർ. ലൈക്ക് 4 ചാപ്റ്റർ എന്നാണ് അധികം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻഡ് ഐ ഡിഡ്ന്റ് സ്റ്റഡി ദാറ്റ് ചാപ്റ്റർ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് എക്സാംസ് ഇനിയും ഉണ്ട്. സോ ഞാനത് എക്സാം എഴുതി കഴിഞ്ഞു, ടഫായിരുന്നു. ദെൻ ഞാനത് വിടും. ഞാൻ അതിൽ ആലോചിച്ച് അങ്ങനെ നിൽക്കാറില്ല. അടുത്ത എക്സാമിന് നമ്മൾ കൂടുതൽ നന്നായി പഠിച്ചാൽ മാർക്ക് വയ്ക്കും, അത്രയും ഞാൻ ആലോചിക്കാറുള്ളൂ.
സോ ഞാനിപ്പോൾ കറൻ്റ്ലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻസ് അല്ല, ഈ ഡെറിവേഷൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ എഴുതി എഴുതി പഠിക്കുക. ഡെറിവേഷൻസ് വരെ ഞാൻ എക്സാമിന് മറന്നു. കുറേ എണ്ണം പഠിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ആയതാണ് പ്രശ്നം. തലേദിവസം പഠിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അത്ര വലിയ കാര്യമൊന്നുമല്ല അത്. സോ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെറിവേഷൻസ് ഒക്കെ അത്യാവശ്യം 3-4 ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഓരോ സ്കൂളിൽ ഓരോ പോലെയാണ്. ചില സ്കൂളിൽ വേറെയാണ്, ചില സ്കൂളിൽ ലൈക്ക് നമ്മൾ കേരള ലൈക്ക് കോഴിക്കോടിൽ ഒരു ടീച്ചേഴ്സ് എന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ പല രീതിയിലാണ് ഓരോ സ്കൂളിലും കിട്ടാറ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്നല്ല, കോഴിക്കോടിലെ ഓരോ ടീച്ചേഴ്സ് ഇട്ട പേപ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടില്ല ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. മേ ബി ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്റ്റഡി ആയിരിക്കാം, എനിക്കറിയില്ല. എനിവേ എനിക്ക് ടഫായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഗിവ് മൈ ബെസ്റ്റ്. അത്യാവശ്യം ഞാൻ പഠിച്ചതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എഴുതാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി എനിക്ക് മനസ്സിലായി അപ്പോൾ ഫിസിക്സ് ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഇനിയും നല്ലോണം പഠിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ വിൽ ബി ഇംപ്രൂവിങ് മൈ സെൽഫ്. കാരണം ഈ ഒരു എക്സാം എഴുതിയാൽ നമുക്ക് മനസ്സിലാവല്ലോ. പിന്നെ സൈലത്തിൽ നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അതിലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഈ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇറ്റ് വാസ് എ വണ്ടർ തിങ്. ഞാനിപ്പോൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ടോട്ടലി ഞാൻ പറഞ്ഞാൽ ഞാൻ 3 ചാപ്റ്റേഴ്സേ പഠിക്കുന്നുള്ളൂ. കാരണം എനിക്ക് അത്രേ പറ്റുള്ളൂ. ഫിസിക്സിൽ ഞാൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ എക്സാം വയ്ക്കുന്ന മുന്നേ പ്രാവശ്യം മുന്നേ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് സെറ്റാക്കി, ഐ മീൻ ക്ലാസ് കണ്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും വേറൊരു ചാപ്റ്റർ പഠിച്ചാൽ ഉള്ളതും കൂടി മറന്നു. ഉള്ളത് നല്ല വൃത്തിക്ക് പഠിച്ച് എക്സാം എഴുതുന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നല്ലത്. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ച് എന്തെങ്കിലും എഴുതുന്നതിനെക്കാട്ടും നല്ലത് ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പേഴ്സണലി വിചാരിക്കുന്നത്. ഞാൻ വെക്കേഷനിൽ ഇരുന്ന് ബാക്കി ഫുൾ പഠിക്കുന്നതാണ് what I am thinking. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. വി ഹാവ് ദി ബുക്ക് ഗൈഡിൽ ഉണ്ട് ചാപ്റ്റർ. ഇതും പിന്നെ എൻ്റെ കുറച്ച് നോട്ട്സും ഉണ്ട്. പ്ലസ് ദീസ് നോട്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനിക്കൊരു സാധനം കാണിച്ചു തരാൻ വിചാരിച്ചു. ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ഭയങ്കര ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാ ഷോപ്പിലും ഇത് കാണും. സോ ദിസ് ഇസ് ദ തിങ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഇത് മൊത്തം. ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു ടേബിൾ മേക്ക് ഓവർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും, ടേബിൾ മേക്ക് ഓവറിൻ്റെ. ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ്. വൈകുന്നേരമാണ് ഞാൻ പിന്നെ തുടങ്ങിയിട്ടുണ്ടാവുക. വൈകുന്നേരം വരുമ്പോൾ ഒരു 3-4 സംതിങ്ങിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ കംപ്ലീറ്റഡ് ദാറ്റ് ചാപ്റ്റർ. നിങ്ങൾ ആലോചിക്കണം, ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ മുന്നേ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു ദിവസം ധാരാളമാണ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇറ്റ് വാസ് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നല്ല ഡെപ്തിൽ പഠിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ കെമിസ്ട്രി ഇനി ഞാൻ അങ്ങനെ നല്ല രീതിക്ക് പഠിക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഉടായ്പായിട്ട് പഠിച്ചൊരു കാര്യമില്ല. കെമിസ്ട്രിക്ക് ആക്ച്വലി നമുക്ക് 3 ദിവസം ഉണ്ട്. സോ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷെ ഞാൻ 2 ദിവസം എടുക്കുന്നതാണ്. ഇംഗ്ലീഷിനും നമ്മൾ കൊടുക്കണമല്ലോ ടൈം. ഇംഗ്ലീഷ് ആണെന്ന് വെച്ച് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചാൽ മാത്രമേ, നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ മിസ് മാർക്ക് ഇട്ട് തരുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷും എനിക്ക് പഠിക്കണം. അങ്ങനെ ഈവനിങ് 6:30 ആകുമ്പോഴത്തേക്കും പഠിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ഇത് ലൈവാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ see you soon in the video. Till then, bye bye.